ബത്തേരി പോലീസ് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. പുതിയൊരു കേസ് കൂടി. ഒരു മിനിറ്റ്, ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക് കൂടി പോകുന്നു, അനൂപിലേക്ക് പോകുന്നു. അനൂപ്, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പുരോഗതി? ഏറ്റവും നിർണായകമായ ഒരു വിവരം ഇപ്പോൾ പുറത്തു വരികയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 2 കേസുകൾ കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ബത്തേരി പോലീസ് പ്രത്യേക അന്വേഷണ സംഘം. നിയമന കോഴയിലാണ് പരാതി. താളൂർ സ്വദേശി പത്രോസ്, പുൽപ്പള്ളി സ്വദേശി സായൂജ് എന്നിവരുടെ പരാതിയിലാണ് കേസ്. വഞ്ചന കുറ്റത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ കേസിൽ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. UK പ്രേമൻ, CT ചന്ദ്രൻ, മണ്ണിൽ സക്കറിയ, ജോർജ് കുര്യൻ, NM വിജയൻ എന്നിവർ പത്രോസിന്റെ പരാതിയിൽ പ്രതികളാണ്. സായൂജിന്റെ പരാതിയിൽ മണ്ണിൽ സക്കറിയ, ജോർജ് കുര്യൻ എന്നിവരാണ് പ്രതികൾ. ഏതായാലും പോലീസിന്റെ ഒരു നിർണായകമായ ഇവരെല്ലാം കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാരവാഹിത്വം വഹിക്കുന്നവരാണ്. എല്ലാവരും കോൺഗ്രസ് നേതാക്കളാണ്. CT ചന്ദ്രൻ നെന്മേനി മണ്ഡലം പ്രസിഡന്റാണ്. UK പ്രേമൻ പ്രാദേശിക നേതാവാണ്. മണ്ണിൽ സക്കറിയ കോൺഗ്രസ് നേതാവാണ്. ജോർജ് കുര്യൻ, അതോടൊപ്പം NM വിജയൻ മരണപ്പെട്ടു. അദ്ദേഹം വയനാട് DCC ട്രഷറായിരുന്നു. ആ ഘട്ടത്തിൽ പണം വാങ്ങിയെന്ന് ഈ പരാതിയിൽ പറയുന്ന ഇതിന് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഏതായാലും സായൂജ് പുൽപ്പള്ളി സ്വദേശിയാണ്. 2 പരാതികളാണ് ഇപ്പോൾ പോലീസിൽ ലഭിച്ചിരിക്കുന്നത്. സായൂജ് പുൽപ്പള്ളി സ്വദേശിയാണ്. സായൂജിന്റെ പരാതിയിൽ മണ്ണിൽ സക്കറിയ, ജോർജ് കുര്യൻ എന്നിവരെയാണ് പ്രതികളായി പോലീസ് ചേർത്തിരിക്കുന്നത്. ഏതായാലും നേരത്തെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത്. പ്രത്യേക അന്വേഷണ സംഘം തലവൻ ബത്തേരി DYSP ഷെരീഫാണ്. അദ്ദേഹത്തിനൊക്കെയാണ് ആ പരാതികൾ കൈമാറിയത്. അതുകൂടാതെ ബത്തേരി പോലീസ് നേരിട്ട് ലഭിച്ച പരാതികളാണ് ഏതായാലും സായൂജിൻ്റെത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ഇനിയും പരാതികൾ വരാനിരിക്കുന്നുണ്ട്. ഈ താമരച്ചാലിൽ ഐസക് എന്നയാൾ ഇന്ന് പരാതി നൽകും എന്നറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൽ ഔദ്യോഗികമായ പരാതികൾ ലഭിച്ചിരിക്കുന്നു. അന്വേഷണം ഈ നിയമന കോഴയും അതോടൊപ്പം NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഈ പരാതികളുടെ കൂടി അടിസ്ഥാനത്തിൽ കൂടുതൽ വിശദാംശം നടത്തേണ്ടി വരുന്നൊരു സാഹചര്യമാണ് ഏതായാലും ഇപ്പോൾ നിലവിലുള്ളത്. പോലീസ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. 2 FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു.